വടകര കുട്ടോത്ത് അട്ടക്കുണ്ടുകടവ് റോഡിന്റെ ഭൂമി ഏറ്റെടുക്കൽ നിയമവിരുദ്ധമാണെന്നും സർവേ നിർത്തിവെക്കണമെന്നും റോഡ് വികസന ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ വടകരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കളക്ടർ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കി അന്വേഷണം നടത്തി താൽക്കാലികമായി സർവേ നടപടികൾ നിർത്തിവെക്കാൻ ഉത്തരവിടണമെന്ന് ഇവർ ആവശ്യപ്പെട്ടു. 12 മീറ്റർ വീതിയിൽ റോഡ് നിർമ്മാണത്തിനുള്ള അലൈൻമെന്റ് പ്രകാരമുള്ള ഭൂമി ഏറ്റെടുക്കാനാണ് അനുമതി ലഭിച്ചത്. എന്നാൽ ഇപ്പോൾ 10 മീറ്റർ വീതിയിലാണ് റോഡിന്റെ അതിർത്തി കല്ലുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. നിലവിൽ റോഡ് ഏത് രീതിയിലാണോ ഉള്ളത് അതേ രീതിയിൽ തന്നെയാണ് ഇങ്ങനെയെങ്കിൽ നിർമ്മാണം നടക്കുക. വളവുകൾ നിവർത്താനോ കയറ്റങ്ങൾ കുറയ്ക്കാനോ ഒരു നടപടിയുമില്ലെന്നും ഇവർ പറഞ്ഞു. അംഗീകാരം ലഭിച്ച അലൈൻമെന്റിൽ അപാകതയുണ്ടെങ്കിൽ അത് ശാസ്ത്രീയമായി പരിഹരിക്കുന്നതിന് പകരം വീണ്ടും ഒരു വാഹന സാന്ദ്രതാ പഠനത്തിന് നിർദ്ദേശം കൊടുത്തത് പദ്ധതി അട്ടിമറിക്കാനാണെന്നും ഇവർ പറഞ്ഞു. നിങ്ങൾക്കറിയാം, ഏറ്റവും കൂടുതൽ രൂക്ഷമായ യാത്രാ പ്രശ്നം അനുഭവിക്കുന്ന ഒരു ബസ് റൂട്ടാണ് കുട്ടോത്ത് അട്ടക്കുണ്ടുകടവ്. എന്നാൽ 2013 ഉമ്മൻചാണ്ടി സർക്കാർ 2013 ഉമ്മൻചാണ്ടി സർക്കാർ ഈ റോഡിൻ്റെ അഭിവൃദ്ധിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് 2 കോടി രൂപ ലാൻഡ് അക്വിസിഷൻ പ്രോസസ്സിന് വേണ്ടി മാത്രം നീക്കിവെച്ചു. അതിനുശേഷം പല രീതിയിലുള്ള സ്റ്റെപ്പുകൾ മുന്നിട്ട് കഴിഞ്ഞിരുന്നു. 90% വർക്ക് ഏതാണ്ട് ആ എലൈൻമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പൂർത്തിയായിരിക്കുന്ന ഘട്ടത്തിലാണ് ഇതിൻ്റെ മൊത്തം വീതി അട്ടിമറിക്കാനായിട്ട് ബഹുമാനപ്പെട്ട MLA ഭാഗത്തു നിന്നും മറ്റും നീക്കങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ആ ഒരു ഘട്ടമാണ് ഇവിടെ വിശദീകരിക്കാൻ പോകുന്നത്. അതായത് 2013 AS ശേഷം ഈ വർക്ക് 12 മീറ്റർ വീതിയിലായിരുന്നു ആദ്യമായിട്ട് അലൈൻമെൻറ്റ് ഫിക്സ് ചെയ്യുന്നത്. കാരണം 50-ൽ പരം കൊടുംവളവുകളും ചെങ്കുത്തായ കയറ്റങ്ങളുമുള്ള ഈ റോഡ് 12 മീറ്ററിൽ വികസിപ്പിച്ചാൽ മാത്രമേ യാത്രക്കാർക്കും മറ്റ് പൊതുജനങ്ങൾക്കും ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാവൂ എന്നുള്ള PWD ഉദ്യോഗസ്ഥന്മാരുടെ ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു അന്ന് 12 മീറ്റർ അലൈൻമെൻറ്റ് ഫിക്സ് ചെയ്തത്. നിർഭാഗ്യമല്ല എങ്കിലും ശാസ്ത്രീയപരമായിട്ട് അങ്ങനെ പരിഷ്കരിക്കുമ്പോൾ പല ഭാഗങ്ങളിലും 12 മുതൽ 15 വരെ മീറ്റർ വീതിയിൽ അലൈൻമെൻറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ബഹുമാനപ്പെട്ട നമ്മുടെ ഇപ്പോഴുള്ള MLA നേതൃത്വത്തിൽ പല ചർച്ചകളും നടക്കുകയും അന്തിമമായി മണിയൂർ ഗ്രാമപഞ്ചായത്തിൽ വെച്ച് ഈ റോഡിൻ്റെ അലൈൻമെൻറ്റിനെ പറ്റിയുള്ള കാര്യങ്ങൾ വിശദീകരിക്കാനായി എല്ലാവരെയും വിളിച്ചു ചേർക്കുകയുണ്ടായി. ആ പത്രക്കുറിപ്പിൽ അദ്ദേഹത്തിൻ്റെ പത്രക്കുറിപ്പിൽ ഫേസ്ബുക്കിൽ ഏറ്റവും കൂടുതൽ കാര്യം ആവശ്യപ്പെട്ടത് കുട്ടോത്ത് അട്ടക്കുണ്ടുകടവ് റോഡിൻ്റെ അലൈൻമെൻറ്റുമായി ബന്ധപ്പെട്ട് പരാതികളുണ്ടെങ്കിൽ പരാതി സമർപ്പിക്കാനായിരുന്നു ഫേസ്ബുക്കിലുണ്ടായിരുന്ന അപേക്ഷ. എന്നാൽ പിന്നീട് നമ്മൾ കാണുന്നത് ആ പരാതികളൊന്നും ഇവർ പരിഗണിക്കാതെ ഇവരെ ഒറ്റയടിക്ക് ഒത്തിരി അപേക്ഷകൾ ഇതിൻ്റെ വാഹന സാന്ദ്രതാ പഠനത്തിനെ പറ്റി ആക്ഷേപമുണ്ട് എന്ന വസ്തുതയുടെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട MLA പുതിയ ഒരു ഡ്രാഫ്റ്റ് സ്റ്റഡിക്ക് വേണ്ടി നിർദ്ദേശം കൊടുക്കുകയുണ്ടായി. വാർത്താ സമ്മേളനത്തിൽ ബിജിത്ലാൽ, ബാബു മുതുവീട്ടിൽ, PT പവിത്രൻ, ശ്രീധരൻ തുളസി എന്നിവർ പങ്കെടുത്തു. നിർദ്ദേശമാണ് ആര് പറയുന്നത്? MLA ആയിട്ടുള്ള കുഞ്ഞമ്മദ് മാഷ് സർവകക്ഷി യോഗം വിളിച്ചിട്ട് പറയുന്നത്. നിലവിൽ ഇതിന്റെ എല്ലാ റിപ്പോർട്ടുകളും എല്ലാ പഠനവും നടത്തിയതിനു ശേഷമാണ് ഇതിന്റെ വീതി ഉൾപ്പെടെ തീരുമാനിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് രാഷ്ട്രീയ കക്ഷികൾ പറഞ്ഞെങ്കിലും ഏകപക്ഷീയമായിട്ട് ട്രാഫിക് സർവേ നടത്താൻ വേണ്ടി MLA ആവശ്യപ്പെടുകയായിരുന്നു KRFBയോടും കിഫ്ബിയോടും. പക്ഷെ ഇതിനുശേഷം ഐകകണ്ഠേന രാഷ്ട്രീയ കക്ഷികൾ ഈ കാര്യത്തിൽ ആവശ്യപ്പെട്ടു എന്ന് പത്രക്കുറിപ്പ് നൽകി പഞ്ചായത്ത് പ്രസിഡന്റും MLA. അന്ന് തന്നെ ഈ പറഞ്ഞ LDF ഇതര കക്ഷികൾ മുഴുവൻ ഈ കാര്യത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് പത്രക്കുറിപ്പ് ഇറക്കി. MLAയും പഞ്ചായത്ത് പ്രസിഡന്റും കളവ് പറയുകയാണ്. വീണ്ടും ഒരു ട്രാഫിക് സ്റ്റഡി നടത്താൻ വേണ്ടി മണിയൂർ പഞ്ചായത്തിലെ സർവകക്ഷി യോഗം തീരുമാനിച്ചിട്ടില്ല, കളവാണ് എന്ന് പത്രക്കുറിപ്പ് ഇറക്കിക്കൊണ്ട് അവർ അതിനകത്ത് പ്രതിഷേധിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ കാണുന്നത് ഈ ട്രാഫിക് സ്റ്റഡി വീണ്ടും നടക്കുന്നു. ഈ ട്രാഫിക് സ്റ്റഡിയുടെ റിപ്പോർട്ട് വന്നപ്പോൾ നേരത്തെ എൻ്റെ സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ ഇതിനകത്ത് 5000 PCU മുകളിലാണ് ഇവിടുത്തെ വാഹന സാന്ദ്രത. സ്വാഭാവികമായിട്ടും അത് വെട്ടിച്ചുരുക്കാൻ യാതൊരു നിയമവും അനുവദിക്കുന്നില്ല. ആരെങ്കിലും ഒരു വടകരയിൽ നിന്ന് മൂരാട് ബ്രിഡ്ജിന്റെ പണി നടക്കുന്നത് കൊണ്ട് ട്രാഫിക് ഡൈവേർഷൻ നടന്നതുകൊണ്ടാണ് ഇത്രയധികം ട്രാഫിക് വന്നത്, അതുകൊണ്ട് ഞങ്ങളിത് 40% വെട്ടിച്ചുരുക്കുന്നു എന്നാണ് ഈ റിപ്പോർട്ടിനകത്ത് പറയുന്നത്. അത്തരത്തിലേക്ക് ട്രാഫിക് ഡൈവേർഷൻ നടത്തിയിട്ടുള്ള ദിവസങ്ങൾ ഏതൊക്കെയാണെന്ന് സംബന്ധിച്ചൊക്കെ ഞങ്ങൾ കൃത്യമായി അവിടുത്തെ നാട്ടുകാർക്ക്, അവിടുത്തെ ജനങ്ങൾക്ക്, MLAയും പഞ്ചായത്ത് പ്രസിഡന്റും എത്ര രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്തിയിട്ട് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് കളവുകൾ എഴുതിച്ചാലും മണിയൂരിലെ ജനങ്ങൾക്കറിയാം ഇത്തരത്തിലേക്ക് ഒരു ട്രാഫിക് സർവേ നടക്കുന്ന സമയത്ത് അത്തരത്തിലേക്ക് ഒരു ട്രാഫിക് ഡൈവേർഷൻ വടകര ഹൈവേയിൽ നിന്ന് തിരിച്ചുവിട്ടിട്ടില്ല എന്ന കാര്യം.